കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മെജ്ജുഗോരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 42 വർഷങ്ങളായി പരിശുദ്ധ അമ്മ മെജ്ജുഗോരിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലുകളുമാണ് കഴിഞ്ഞ 10-20 എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചത്. അമ്മയുടെ പ്രധാന സന്ദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അമ്മയുടെ ഈ വിലപ്പെട്ട സന്ദേശങ്ങൾ ഈ ലോകത്തിന് കൈമാറുവാൻ അമ്മ തിരഞ്ഞെടുത്ത 6 വിഷണറിമാരെ കുറിച്ചും ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാ മാസവും 2-ാം തീയതി പരിശുദ്ധ അമ്മ പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിക്കൊണ്ടിരുന്ന മിരിയാനിയെക്കുറിച്ചും മിരിയാനിയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മ ലോകത്ത് നൽകിയ സന്ദേശങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇവാനെക്കുറിച്ചും ഇവാനിലൂടെ ദൈവം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് വിസ്കയിലൂടെ ദൈവം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ മനസ്സിലാക്കി. ഇന്ന് വിഷ്ണുമാരിൽ ഏറ്റവും ഇളയ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെറും 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ കാണുവാൻ പരിശ്രമിക്കുകയാണ്. വിസ്ക കൂടെയുണ്ടായിരുന്ന മറ്റ് വിഷ്ണുമാരൊക്കെ ദൂരസ്ഥലങ്ങളിൽ പഠനത്തിന് വേണ്ടി പോകുവാൻ തയ്യാറെടുത്തപ്പോൾ പരിശുദ്ധ അമ്മ വിസ്കയോട് പറഞ്ഞു, നീ ദൂരെ പോകണ്ട, നീ മെജ്ജുഗോരിയിൽ നിന്ന് തന്നെ പഠിക്കുക എന്നൊരു ഉത്തരവാദിത്വം വിസ്കയെ പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചിരുന്നു. എന്തായിരുന്നു ഉത്തരവാദിത്വം? യാക്കോബ് കൊച്ചാണ്, യാക്കോബിന് അറിവായി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് നീ യാക്കോബിൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കണം, അവനെ പരിപാലിക്കണം. അവൻ ഈ സന്ദേശങ്ങളൊക്കെ ഇത്രമാത്രം ഗൗരവത്തോടെ എടുത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും സാത്താൻ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് നീ ഒരു ചേച്ചിയായി യാക്കോബിൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കണം. വിസ്ക ഈ ഉത്തരവാദിത്വം വളരെ ഗൗരവമായിട്ടെടുത്തു. അങ്ങനെ യാക്കോബിൻ്റെ കൂടെ വിസ്ക അവനൊരു സഹായിയായി മറ്റെവിടെയും പോകാതെ മെജ്ജുഗോരിയിൽ തന്നെ ആയിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് യാക്കോബിൻ്റെ ജീവിതം മനസ്സിലാക്കിയപ്പോഴാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വിസ്കയോട് യാക്കോബിനെ സഹായിക്കണമെന്ന് പറഞ്ഞതെന്ന് കൂടുതൽ അറിയുവാൻ സാധിച്ചത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ കൊച്ചു പ്രായത്തിൽ തന്നെ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റേത്. യാക്കോബിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ യാക്കോബിൻ്റെ പിതാവ് അവനെയും അവൻ്റെ അമ്മയെയും വിട്ട് പോയിരുന്നു. പിതാവ് പിന്നെ തിരിച്ചു വരാത്ത ഒരവസ്ഥയിൽ അപ്പനില്ലാത്ത ഒരു ജീവിതം, അപ്പൻ്റെ സ്നേഹമോ കരുതലോ ഇടപെടലുകളോ ശാസനയോ തിരുത്തലോ ഒന്നും ഏൽക്കാൻ സാധിക്കാതെ ജീവിച്ച ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെ ബാല്യകാലം.
8-ാം വയസ്സിൽ അപ്പൻ വീട് വിട്ട് പോവുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥന്, ഒരു കുടുംബനാഥയ്ക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ കുടുംബം ഒന്നാകെ, അപ്പനും അമ്മയും മക്കളും ഒന്നാകെ ആ കുടുംബത്തിൽ ജീവിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്തയോടുകൂടി നിറവേറ്റി ദൈവഹിതപ്രകാരം പരസ്പരം വളർത്തി ദൈവത്തിന് ആ കുടുംബത്തെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന അവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും വ്യത്യസ്തമാണ്. തങ്ങളുടെ ചില താല്പര്യങ്ങൾ കുടുംബത്തിൽ നിറവേറ്റപ്പെടാതെ പോകുമ്പോൾ, ഇല്ലെങ്കിൽ തൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കുടുംബത്തിൽ ഇടമില്ലാതാകുമ്പോൾ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്ന പിതാക്കന്മാര് ഉണ്ട്. വളരെ വിരളമായാണെങ്കിലും അമ്മമാര് ഉണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും അകന്നു പോകുന്ന നിമിഷങ്ങളാണെന്നും ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് പുറമെ ഒരു കുടുംബത്തെ പോലെ ഉപേക്ഷിച്ചു പോകുന്നത് അത് അനുഗ്രഹപ്രദമായിരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ അപ്പൻ്റെ അസാന്നിധ്യത്തിൽ സ്വർഗം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് നാം കാണുക. അപ്പനില്ലാതെ വളർന്നു വന്ന യാക്കോബിനെ പരിശുദ്ധ അമ്മ സ്നേഹിച്ചു. അവനിലുള്ള ദൈവകൃപകൾ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞ് 10 വയസ്സ് പ്രായമേ ഉള്ളെങ്കിലും മറ്റ് മിഷണറിമാരോട് കൂടെ യാക്കോബിനെയും അമ്മ തിരഞ്ഞെടുക്കുകയാണ്. പരിശുദ്ധ അമ്മ യാക്കോബിനെ തിരഞ്ഞെടുത്തു. മറ്റു മിഷണറിമാരുടെ കൂടെ എല്ലാ ദിവസവും അവന് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവന് 12 വയസ്സ് പ്രായമായപ്പോൾ മറ്റൊരു വലിയ സങ്കടം അവൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീശി. തനിക്കാകെയുണ്ടായിരുന്ന തൻ്റെ അമ്മ, അപ്പൻ 8-ാം വയസ്സിന് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. സഹോദരങ്ങളില്ല, അമ്മയും മകനും മാത്രമായിരുന്നു കുടുംബത്തിലുള്ളത്. തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഏക ആശ്രയമായിരുന്ന തൻ്റെ അമ്മയും അവന് നഷ്ടപ്പെടുന്നു. അമ്മയുടെ മരണം യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയ താങ്ങാനാവാത്ത ഒരു വിഷമമായി മാറി. അങ്ങനെ അനാഥത്വത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ ഈ 12 വയസ്സുകാരൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അവനെ സപ്പോർട്ട് ചെയ്യാൻ കൂടപ്പുറപ്പ് ആരുമില്ല, സഹോദരങ്ങളെന്ന് വിളിക്കാൻ ആരുമില്ല, അപ്പനെന്ന് വിളിക്കാൻ ആൾ ഉണ്ടെങ്കിലും എവിടെയാണെന്ന് അറിയില്ല. യാക്കോബിനെ കുറിച്ചൊരു കരുതലില്ല. അമ്മ ഇത് അത്രയും തന്നെ സ്നേഹിച്ച് തന്നെ വളർത്തി വാത്സല്യത്താൽ പൊതിഞ്ഞ അമ്മ മരിച്ചു പോയിരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. എങ്കിലും ആ അവസ്ഥയിലൊക്കെ ഒരമ്മയായി പരിശുദ്ധ അമ്മ യാക്കോബിനോട് ചേർന്ന് നിന്നു, അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ട ഓരോ കാര്യങ്ങളും ഒരമ്മയുടെ വാത്സല്യത്തോടു കൂടി പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറയുന്നത് ഇപ്രകാരം: ഇതിനു ശേഷം യാക്കോബിനെ അവൻ്റെ ഒരു അങ്കിളാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടാകാം പരിശുദ്ധ അമ്മ ബിസ്കയോട് പറഞ്ഞത്, നീ യാക്കോബിനെ സഹായിക്കണം, നീ യാക്കോബിനെ സപ്പോർട്ട് ചെയ്യണം, അവനെ സ്നേഹിക്കണം, ഒരു ചേച്ചിയെപ്പോലെ കൂടെ നിന്ന് അവനെ നീ വളർത്തണം. അങ്ങനെ ബിസ്കയും പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം സീരിയസ് ആയിട്ടെടുത്ത് യാക്കോബിനോട് ചേർന്ന് നിന്ന്
അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. യാക്കോബ് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും വളരെ താല്പര്യത്തോടും ഗൗരവത്തോടും കൂടെ തന്നെ മറ്റ് വിഷ്ണുമാരോട് കൂടെ സന്നിഹിതനായിരുന്നു. പരിശുദ്ധ അമ്മ മെജ്ജൂരിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എടുത്ത ആദ്യ വർഷങ്ങളിലെ ഫോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇളയവനായ കൊച്ചുകുഞ്ഞായ യാക്കോബിന്റെ നിഷ്കളങ്കമായ മുഖം കാണാൻ സാധിക്കും. പലരും പറഞ്ഞു തരുന്നത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ആ കൊച്ചു പ്രായത്തിൽ യാക്കോബിന്റെ ആ നിഷ്കളങ്കത പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ യാഥാർത്ഥ്യമാണെന്ന് പലർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന്. സാധാരണഗതിയിൽ ഒരു 10 വയസ്സുള്ള ഒരു ബാലൻ പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്താണ് ആദ്യ വർഷങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്? വർഷങ്ങളായി തുടർച്ചയായി എല്ലാ ദിവസവും മുടങ്ങാതെ ഏതാണ്ട് 3 മണിക്കൂർ നേരമാണ് ഈ വിഷ്ണുമാരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സംബന്ധിച്ചത്, അമ്മയോട് സംസാരിച്ചത്. 3 മണിക്കൂർ നേരം അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനുള്ള തയ്യാറെടുപ്പും അതിനുശേഷമുള്ള താങ്ക്സ് ഗിവിംഗ് ടൈമും ഒക്കെ നോക്കുമ്പോൾ ഏതാണ്ട് 3 മണിക്കൂറിൽ കൂടുതൽ എല്ലാ ദിവസവും ഒരു കമ്മിറ്റ്മെൻ്റായി ഈ വിഷ്ണുമാര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എപ്രകാരമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് മെജ്ജുഗൊരിയിലെ വിഷ്ണുമാരുടെ ജീവിതം പഠിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പറയുന്ന ഇപ്രകാരം, ഒരു 10 വയസ്സുള്ള കൊച്ചിന് എല്ലാ ദിവസവും മുടങ്ങാതെ അതേ തീഷ്ണതയോടുകൂടിയും ഗൗരവത്തോടു കൂടിയും മുട്ടുമേൽ നിന്ന് അത് 1-2 ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങളല്ല, തുടർച്ചയായ വർഷങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാധാരണ 10 വയസ്സുള്ള ഒരു കൊച്ചിന് ഇത് സാധിക്കില്ല. സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലും കൃപയും വർഷിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഈ കൊച്ചു പ്രായത്തിൽ ഇപ്രകാരം ത്യാഗം ചെയ്തും ഇപ്രകാരം തീഷ്ണതയോടുകൂടിയും സീരിയസോട് കൂടിയും ഈ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് പലരും പറഞ്ഞു, യാക്കോബിൻ്റെ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടലുകൾ യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന്. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ യാക്കോബിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മ യാക്കോബിനെ ഒരു പ്രത്യേകമായ മാതൃവാത്സല്യത്തിൽ പൊതിഞ്ഞു. ചില അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയങ്ങളിലൊക്കെ അവസാനം പരിശുദ്ധ അമ്മ മറ്റ് വിഷ്ണുമാരോട് പറയുമായിരുന്നു, ഇനി നിങ്ങൾക്ക് പോകാം, യാക്കോബ് മാത്രം ഇവിടെ നിന്നാൽ മതി. പലപ്പോഴും തൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ മറ്റ് വിഷ്ണുമാരെ പറഞ്ഞയച്ചതിന് ശേഷം യാക്കോബുമായി പരിശുദ്ധ അമ്മ സമയം ചെലവഴിച്ചിരുന്നു. അവൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ പരിശുദ്ധ അമ്മ നിറച്ചു. മാതൃസ്നേഹത്താൽ അവനെ വാരിപ്പുണർന്നു. ഈ കൊച്ചു പ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ കരുതൽ യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ മറ്റെല്ലാ വിഷ്ണുമാരോടും കൂടെ എല്ലാ ദിവസവും ഡെയിലി അപ്രീഷൻ പരിശുദ്ധ അമ്മ യാക്കോബിന് നൽകിയിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1998 സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോൾ പരിശുദ്ധ അമ്മ യാക്കോബിനോട് പറഞ്ഞു, ഇനി മുതൽ നിന്നെ എല്ലാ ദിവസവും ഞാൻ കാണാൻ വരില്ല. പരിശുദ്ധ അമ്മ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഡെയിലി അപ്രീഷൻ 3 പേർക്ക് മാത്രം കൊടുത്ത്
മറ്റുള്ളവർക്ക് ഓരോ മാസം ഓരോ വർഷമൊക്കെ ആയിട്ട് ചുരുക്കി. യാക്കോബിനോട് പറഞ്ഞത് ഇപ്രകാരമാ: എല്ലാ ദിവസവും ഞാൻ ഇനി നിന്നെ കാണാൻ വരില്ല എന്നോർത്ത് നീ വിഷമിക്കരുത്, ഞാൻ അകലെയാണ് എന്ന് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ കരുതൽ നിന്നോടത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ട് അമ്മയുടെ അവസാനത്തെ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധ അമ്മ ഒരു വലിയ സമ്മാനം യാക്കോബിന് നൽകി. എന്താണ് ആ സമ്മാനം? പരിശുദ്ധ അമ്മയുടെ 10 രഹസ്യങ്ങളിൽ 10ാമത്തെ രഹസ്യം പരിശുദ്ധ അമ്മ യാക്കോബിന് കൈമാറി. അങ്ങനെ അമ്മയുടെ 10 രഹസ്യങ്ങളും യാക്കോബ് സ്വന്തമാക്കി. മറ്റ് മിഷണറിമാർക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, പരിശുദ്ധയമ്മ മെജ്ജൂരിയിൽ നൽകിയെന്ന 10 സന്ദേശങ്ങൾ 6 മിഷണറിമാർക്കും കിട്ടിക്കഴിയുമ്പോൾ ഒരു സ്വർഗത്തിൻ്റെ വലിയൊരു അടയാളം അവിടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പരിശുദ്ധയമ്മ പറഞ്ഞത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. യാക്കോബിന് കൊച്ചു പ്രായത്തിൽ തന്നെ പരിശുദ്ധ അമ്മ ഈ സന്ദേശം കൈമാറി. അമ്മയുടെ 10 രഹസ്യങ്ങളും യാക്കോബ് സ്വന്തമാക്കി. അതിനുശേഷം പരിശുദ്ധ അമ്മ യാക്കോബിനോട് പറഞ്ഞു, എല്ലാ ദിവസവും ക്രിസ്തുമസ് നാളിൽ ഞാൻ നിന്നെ കാണാൻ വരും. അത് നിന്റെ മരണം വരെ ഞാൻ തുടരും. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യാക്കോബിന് വർഷത്തിൽ ഒരിക്കലാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും എല്ലാ വർഷവും ക്രിസ്തുമസ് നാളിൽ യാക്കോബ് ഒരുങ്ങിയിരിക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് വേണ്ടി. അവൻ്റെ മരണം വരെ അമ്മ എല്ലാ വർഷവും ക്രിസ്മസ് നാളിൽ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് വേണ്ട സന്ദേശങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറ്റാർക്കും ലഭിക്കാത്ത വലിയ ഒരു അനുഗ്രഹവും യാക്കോബിന് പരിശുദ്ധ അമ്മ നൽകി. എന്താണ്? പരിശുദ്ധ അമ്മയുടെ ക്രിസ്മസ് നാളിലെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് യാക്കോബിന് ഉണ്ണീശോയുടെ കൂടെ ആയിരിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ യാക്കോബിന് നൽകി. അമ്മ ക്രിസ്മസ് നാളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ യാക്കോബിന്റെ മുൻപിൽ അമ്മ ഉണ്ണീശോയുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റുള്ളവരുടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും യാക്കോബിന് ക്രിസ്മസ് നാളിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ണീശോയുമായിട്ടുള്ള പ്രത്യക്ഷപ്പെടലാണ്. അങ്ങനെ ഉണ്ണീശോയുടെ കൂടെ ഉണ്ണീശോയുടെ വലിയ ദൈവ സാന്നിധ്യം യാക്കോബിന് എല്ലാ വർഷവും വ്യക്തിപരമായി അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് ഉണ്ണീശോയുടെ വലിയ ഒരു ഭക്തനാണ്. ഉണ്ണീശോയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഒരു സമ്മാനമായി യാക്കോബിന് നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചു പ്രായത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ യാക്കോബ് കടന്നുപോയിട്ടുണ്ടെങ്കിലും അപ്പൻ നഷ്ടപ്പെട്ട വേദന, അമ്മ നഷ്ടപ്പെട്ട വേദന, സഹോദരങ്ങൾ ആരുമില്ലാത്ത ഒരനാഥ ബാലനെ പോലെ ജീവിക്കേണ്ട അവസ്ഥ, പിന്നീട് അതിനോടനുബന്ധിച്ചുണ്ടായ പല പ്രതിസന്ധികളും, ഇതിലൂടെയൊക്കെ ഈ മകൻ കടന്നു പോയപ്പോൾ സ്വർഗം യാക്കോബിനെ വലിയ വിലയുള്ളവനായി കരുതുകയും വളരെ പ്രത്യേകമായ സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ അവന് നൽകുകയും ചെയ്തു. ഇപ്പോഴും അവനത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിൽ, ഒരു അനാഥ ബാലന്റെ അവസ്ഥയിൽ അവൻ്റെ ബാല്യകാലത്തിലൂടെ യാക്കോബ് കടന്നുപോയെങ്കിലും സ്വർഗം യാക്കോബിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. കൊച്ചു പ്രായത്തിൽ, അത് 22ാമത്തെ വയസ്സിൽ തന്നെ
ഒരു വിവാഹ ജീവിതത്തിന് അവനെ ദൈവം അനുവദിച്ചു. ഒത്തിരി നാള് ആരുമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അവനൊരു തുണയെ ദൈവം നൽകി. തൻ്റെ 22-ാമത്തെ വയസ്സിൽ യാക്കോബ് വിവാഹിതനായി. അങ്ങനെ മെജ്ജുഗൊരിയിൽ അവനൊരു വിവാഹ ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ യാക്കോബിന് 3 കുട്ടികളുണ്ട്. യാക്കോബിന് 3 കുട്ടികളും ഈ 3 കുട്ടികളോടും അവൻ്റെ ഭാര്യയോടുമൊത്ത് ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം മെജ്ജുഗൊരിയിൽ യാക്കോബ് നയിക്കുന്നു. ഇപ്രകാരം സ്നേഹമുള്ള സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ പാഠം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഏത് പ്രതിസന്ധിയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോഴും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോഴും എല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക. ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കാതെ, എൻ്റെ ഈ വേദനയിൽ, എൻ്റെ ഈ വിഷമത്തിൽ, എൻ്റെ ഈ പ്രതികൂല സാഹചര്യത്തിൽ സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം താങ്ങായി തണലായി കൂടെ നിൽക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത് യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഡെയിലി അപ്പരീഷൻ യാക്കോബിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായി പരിശുദ്ധ അമ്മ യാക്കോബിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇപ്രകാരമാണ്: യാക്കോബ്, നിന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ നീ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം നമുക്ക് ചുറ്റും പലതും കാണുമ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കാത്ത പല രീതിയിലുള്ള അധമ വികാരങ്ങളും ആദർശങ്ങളും നമ്മുടെ ബുദ്ധിക്കുള്ളിൽ കയറിപ്പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ള രീതിയിൽ നമ്മെ ചിന്തിപ്പിക്കാനായി സാത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം വിശ്വാസത്തിൽ നമ്മളെ ആഴപ്പെടുത്തണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് മെജ്ജുഗൊരിയിലെ പരിശുദ്ധയുടെ സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് തന്നെ ഇപ്രകാരം വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്: മനുഷ്യപുത്രൻ അവസാനമായി വരുമ്പോൾ ലോകത്ത് വിശ്വാസം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു. ദൈവപുത്രൻ തന്നെ സംശയിക്കുകയാണ്. കാരണം കർത്താവിന് 2ാമത്തെ വരവിന് മുൻപ് വിശ്വാസത്യാഗം ഈ ലോകത്ത് സംഭവിക്കും. പരിശുദ്ധ അമ്മയുടെ നിരവധിയായ പ്രത്യക്ഷപ്പെടലുകൾ ഈ ലോകത്ത് അമ്മ നൽകുന്നതും ഇതുകൊണ്ടാണ്. സാത്താൻ ലോകം മുഴുവൻ വലവരിച്ചിരിക്കുമ്പോൾ ഈ ലോകമാണ് എല്ലാം എന്നുള്ള ചിന്തയിൽ, നിത്യരക്ഷയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായി മനുഷ്യൻ മാറും. അതുകൊണ്ടാണ് പരിശുദ്ധം ഓടി നടക്കുന്നത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്. കർത്താവിൻ്റെ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്: മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ലോകത്ത് വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ? കർത്താവ് ഇപ്രകാരം പരിതപിക്കുന്നുണ്ടെങ്കിൽ, വിലപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വലിയ ഗൗരവമായ വിശ്വാസത്യാഗം ഈ ലോകത്ത് സംഭവിക്കും. ഈ ലോകത്ത് വിശ്വാസത്യാഗം സംഭവിക്കത്തക്ക രീതിയിലുള്ള എതിർ സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, ഇതൊക്കെ സാത്താൻ വച്ചിരിക്കുന്ന കെണികളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ നിരന്തരം പ്രാർത്ഥിക്കണം. ഇതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ യാക്കോബിന് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്: മോനെ, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക,
പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥന വിട്ടുകളയരുത്. പ്രാർത്ഥനയ്ക്ക് മാത്രമേ നിന്നെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചു പ്രായത്തിൽ തന്നെ യാക്കോബിനെ തിരഞ്ഞെടുത്ത് ലോകത്തിന് വേണ്ട നിർണായകമായ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യാക്കോബിനെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, യാക്കോബിനെ ചേർത്ത് പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെയും നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം. നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ കൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. ഈ നമ്മുടെ നല്ല കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൂടെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നാം എല്ലാവരോടും ഒപ്പം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോ നിയോഗങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.